ചോദിക്കുകയാ, കഴിഞ്ഞ വിശുദ്ധ റമളാനിൽ അതോ അതിനു മുമ്പോ അതിനു ശേഷമോ എപ്പോഴെങ്കിലും ഒരിക്കൽ ബദരീങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയധികം സ്മരിക്കപ്പെടുന്നവരായി തീർന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ട് കാണും, ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ സൃഷ്ടിച്ച ഉജ്ജ്വലമായ വിജയം, നേടിയെടുത്ത ഉജ്ജ്വലമായ വിജയം. 16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് പിടിച്ച് ക്ഷീണിച്ചവർ 16 ദിവസം തുടർച്ചയായി നോമ്പ് പിടിച്ചു എന്ന് പറയുമ്പോൾ ആ വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് വിശുദ്ധ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയത്. വിശുദ്ധ റമളാനിൽ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയ ഹിജ്റയുടെ 2ാം വർഷമായ ആ വർഷത്തിലാണ്, ആ കൊല്ലമാണ് സഹാബാക്കൾ ആദ്യമായിട്ട് നോമ്പ് നോക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു നോമ്പ് നോറ്റിട്ടില്ല. അതും തുടർച്ചയായി 16 ദിവസം. എന്താ അവരുടെ ഭക്ഷണം? ബഹുമാനപ്പെട്ട സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമളാൻ മാസത്തിൽ അവർ 16 ദിവസം തുടർച്ചയായി നോമ്പ് നോറ്റത് ഒരു കീറ് കാരയ്ക്ക, വേറൊന്നും കഴിക്കാനില്ല. എന്നിട്ട് പിന്നെ അത്താഴം വരെ ഒന്നുമില്ല. അത്താഴത്തിന്, ഇടയത്താഴത്തിന് ഒരു ഗ്ലാസ് വെള്ളം, കിട്ടിയാൽ ഒരു ഗ്ലാസ് പാല്, ഇതല്ലാതെ വേറൊന്നുമില്ല. ഈ അവസ്ഥയിലാണ് അവർ നോമ്പ് നോക്കുന്നത്. അങ്ങനെ 16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് 16 ദിവസം കൊണ്ട് ക്ഷീണിച്ചവശരായി ഒരു കീറ കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് വീണ്ടും രാത്രി മൊത്തം ഒന്നും കഴിക്കാനില്ലാതെ കഷ്ടപ്പെട്ട് അത്താഴത്തിന് ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വീണ്ടും നോമ്പ് നോറ്റ് ക്ഷീണിച്ചവശരായി തളർന്ന് അവരുടെ മുന്നിലതാ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയില്, ആശ്രയമില്ലാതെ നിവർന്നു നിൽക്കൽ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയിൽ വിശുദ്ധ റമളാന്റെ 16ാമത്തെ ദിവസം അങ്ങോട്ട് കഴിയാനായപ്പോൾ അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാവുകയാണ്. സത്യത്തിനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി പോരാടാൻ അവർ തീരുമാനിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വന്നു. മഹാനായ പ്രവാചകൻ ആ വിധി ഓതി കേൾപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന സഹാബാക്കളുടെ മുന്നില് അവരോട് പറഞ്ഞു, നമ്മൾ പറന്നു വീണ നാട്ടിൽ ആദർശ പ്രബോധനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ കുഫാറുകൾ നമ്മളെ ആട്ടിപ്പായിച്ചു. പറന്നു വീണ നാട്ടിൽ ജീവിക്കാൻ നമ്മെ അനുവദിച്ചില്ല. അവസാനം അവിടെ നിന്ന് നമുക്ക് ഓടിപ്പോരേണ്ടി വന്നു. നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചിട്ടും ഇവിടെയും സ്വസ്ഥമായി ആദർശ പ്രബോധനം നടത്താൻ നമ്മെ അനുവദിക്കുന്നില്ല. ഇത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ. നമുക്ക് പോരാടുക തന്നെ. നാം അങ്ങിലി പരിമിതമല്ലേ റസൂലേ, നമുക്ക് ആയുധമില്ലല്ലോ റസൂലേ, നമുക്ക് ഭക്ഷണമില്ലല്ലോ റസൂലേ, നമ്മൾ ബുദ്ധിമുട്ടി പോകില്ലേ റസൂലേ? ഇതൊന്നും ചോദിച്ചുകൊണ്ട് സഹാബാക്കള് മഹാനായ പ്രവാചകന്റെ തീരുമാനത്തിന്റെ, റബ്ബിന്റെ വിധിക്ക് മുന്നില് എതിരഭിപ്രായം പറയാൻ തയ്യാറായില്ല. അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരോട് വാക്കുകൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ എക്കാലവും യുദ്ധത്തോടെ നമുക്കും നമ്മുടെ സമൂഹത്തിലും ജീവിക്കാൻ കഴിയും. അതല്ല, ഈ പോരാട്ടത്തിലെങ്ങാനും നിങ്ങൾ രക്തസാക്ഷികളായാൽ അടിവാരത്തുകൂടി അരുവിയൊഴുകുന്ന ആരാപത്തിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കുവാൻ കഴിയും. രണ്ടായാലും ലാഭം തന്നെ കേട്ടോ. അതുകൊണ്ട് പുറകോട്ട് പോകണ്ട, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകന്റെ നേതൃത്വത്തിൽ അവർ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാ. പക്ഷേ അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ പരിചകളില്ല, അവർക്ക് കൊഴുത്തുപടിച്ച ഒട്ടകങ്ങളില്ല, കുതിരകളില്ല. ഏതാനും തുരുമ്പിച്ച വാളുകളും ഏതാനും മെലിഞ്ഞ ഒട്ടകങ്ങളും 16 ദിവസം പട്ടിണി നിന്ന തളർന്ന ശരീരവുമായിട്ട് അവർ യുദ്ധം നയിക്കാൻ പോകാനൊരുങ്ങുമ്പോൾ മറുഭാഗത്തെ അവസ്ഥ എന്താ? ആയിരക്കണക്കിന് ശത്രുക്കൾ പടയെടുത്തുകൊണ്ട് വരികയാ. അവരുടെ കയ്യിൽ കൊഴുത്തുപടിച്ച ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധം നടത്തുന്നതിന് ആവശ്യമായ ആയുധങ്ങളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധത്തിനായി തങ്ങിയാൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. എല്ലാമായി അവരതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹുങ്കാരം മുഴക്കി പടയെടുത്തു വരികയാ. പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാര് മക്കളെ യുദ്ധത്തിന്റെ അങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നൃത്തം ചവിട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാരുണ്ട്, പാട്ടുപാടിക്കൊടുക്കാൻ മക്കളുണ്ട്. എല്ലാവരുമായി തഥാ കുടുംബസഹിതം വരികയാ മദീനയിലേക്ക്. രണാങ്കണത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ്. ആയിരക്കണക്കിന് ശത്രുക്കൾ ഇങ്ങനെ നിരന്നു കഴിഞ്ഞപ്പോൾ
മദീനയിലെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഈ ശത്രുക്കളെല്ലാം അവരുടെ ആയുധങ്ങളും വാഹനങ്ങളുമായി തയ്യാറായപ്പോൾ അപ്പുറത്തു നിന്ന് 313 വേച്ചു വരുന്ന പേക്കോലങ്ങളെ കണ്ടുകൊണ്ട് കുഫാറുകളുടെ നേതാക്കൾ പരിഹാസത്തോടെ ചോദിച്ചു, ഇവറ്റകളോട് മല്ലടിക്കാനാണോ ഞങ്ങൾ ഇത്രയും ആളുകൾ അവിടെ നിന്ന് പടയെടുത്ത് ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? ഇവറ്റകളോട് പോരടിക്കാൻ ഞങ്ങളിൽ നിന്ന് വളരെ തുച്ഛമാളുകൾ മതിയായിരുന്നല്ലോ, എന്തിനാണ് ഞങ്ങളെ ഒക്കെ കൂടി വിളിച്ചുകൊണ്ടുവന്നതെന്ന് നേതാക്കന്മാരോട് ചോദിക്കുന്ന അനുയായികള് സാരമില്ല, നമുക്ക് പെട്ടെന്ന് കഥ തീർത്തിട്ട് കടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ചു നിൽക്കുമ്പോൾ ആ 313 പേരിതാ വരികയാണ്. കടലിൽ കായം കലക്കിയതുപോലെ ഈ വലിയ ജനസഞ്ചയത്തിന്റെ ആയുധക്കൂട്ടങ്ങളുമായി നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ഈ 313 ദുർബലരെന്ന് കാഴ്ചയിൽ തോന്നുന്നവർ നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വേച്ച് കടന്നു വരുമ്പോൾ ഇപ്പൊ തന്നെ കഥ കഴിയുമെന്ന് കരുതിക്കൊണ്ട് വാളിന്റെ വായ്ത്തലയുടെ മൂർച്ച പരിശോധിച്ചുകൊണ്ട് രണാങ്കണത്തിൽ നിന്ന് പുഞ്ചിരിയുമായി പരിഹാസച്ചിരിയുമായി യുദ്ധത്തമ്മ് നേരിടാൻ തയ്യാറായ ശത്രുക്കളുടെ മുന്നില് ആ 313 പേരടുത്തെത്തുന്നു. വാളുകൾ ഉയരുന്നു, കുതിരകൾ ചലിക്കുന്നു, അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങൾ പാറുന്നു. അതാ 313 പേരുടെ വായിൽ നിന്ന് പുറത്തേക്കൊരു മുദ്രാവാക്യം വരുന്നു, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. വാളുകൾ ഞങ്ങൾക്ക് വേണ്ടടോ, ഒട്ടകങ്ങൾ ഞങ്ങൾക്ക് വേണ്ടടോ, പരിചകൾ ഞങ്ങൾക്ക് വേണ്ടടോ, കുതിരകൾ ഞങ്ങൾക്ക് വേണ്ടടോ. ഹസ്ബുനല്ലാഹ്, ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ, അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ, അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ. ആ റബ്ബിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. ഞങ്ങൾ വാളുകളിൽ ബലമർപ്പിക്കുന്നില്ല, ഞങ്ങൾ പരിചകളിൽ വിശ്വാസമർപ്പിക്കുന്നില്ല, ഞങ്ങൾ ഒട്ടകങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നില്ല. ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആകാശഭൂമികളുടെ സംവിധായകരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തവും. ആ റബ്ബിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ 313 പേര് ഏതാനും മിനിറ്റുകൾ രണാങ്കണത്തിൽ പോരടിച്ചപ്പോൾ ചരിത്രത്തിലെ അത്ഭുതം സംഭവിക്കുകയാ. ആയിരക്കണക്കിന് ശത്രുക്കൾ നിർനിമേഷരായി നിശ്ചലരായി അസ്തപ്രജ്ഞരായി നോക്കി നിൽക്കയാ. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ കണ്ണു തല്ലി നോക്കി നിൽക്കുമ്പോൾ അതാ ഹുങ്കാരം വിളക്കി പടയെടുത്ത് വന്ന കുഫാറുകൾ അത്ഭുത സ്തബ്ധരായി നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് അതാ ഹസ്ബുനല്ലാഹ് 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 അതൊരു വികാരമായി പടരുകയാണ്. ഹസ്ബുനല്ലാഹ് 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 ആ മുദ്രാവാക്യവുമായി അവർ രണാങ്കണത്തിൽ ഏറ്റുമുട്ടുകയാണ്. ശത്രുക്കളിൽ നിന്ന് ധാരാളം പേരുടെ ശിരസ്സത്ത് നിലത്ത് വീഴുകയാണ്. ശത്രുക്കളുടെ ചോര കൊണ്ട് അന്തരീക്ഷം ചുമക്കുകയാണ്. മദീനയുടെ മണൽപ്പരികൾ സഞ്ചാരമണിയുകയാണ്. ബാക്കിയുള്ളവർ തിരിച്ചോടുകയാണ്. ഒട്ടകങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, കുതിരകളെ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, വാളുകൾ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, ആഹാര സാധനങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾ തിരിച്ചു പരക്കം പായുകയാ. 313 പേര് ആയുധങ്ങളോട് പടവെട്ടി, ആയുധങ്ങളില്ലാതെ പടവെട്ടി, ആരോഗ്യമില്ലാതെ പടവെട്ടി, പരിചകളും ആളുകളുമില്ലാതെ, ഒട്ടകങ്ങളില്ലാതെ, കുതിരകളില്ലാതെ പടവെട്ടി ആ 313 പേര് ഉജ്ജ്വലമായ വിജയം വരിക്കുകയാ. എങ്ങനെയാ ഇത് കഴിഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി എന്ത് രസം സലാത്ത് കേട്ടിട്ട്. എനിക്കൊരു 4 മണിക്കൂർ അങ്ങ് വാങ്ങു പറയാൻ തോന്നുന്നു സലാത്തിന്റെ ശക്തി കേട്ടിട്ട്. നാണമില്ലേ മക്കളെ? അള്ളാഹിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് എന്താ? ഞാൻ നരസിംഹറാവുവിന്റെ പേരാ പറയുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിൽ കായം കലക്കിയതുപോലായി. അത് പോരാ, നമ്മുടെ കൽബൊന്നും വരട്ടെ. എനിക്കറിയാം കുറച്ച് കസ്ബത്തുൽ കൽബുള്ളവരാണെന്ന് അർത്ഥം ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ മനസ്സിലാവും. കുറച്ച് കട്ടിയുള്ളവരാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഒരുപാട് കട്ടിയാകരുത്. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ എല്ലാ കട്ടിയും പോണ്ടേ മക്കളെ? മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മൽഹറുൽ അസമായ മുഹമ്മദ് മുസ്തഫ, സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ 313 സഹാബാക്കൾ ചരിത്രത്തിൽ നമുക്ക് രചിച്ചു വെച്ച അത്ഭുതം. അവർക്കതെങ്ങനെ കഴിഞ്ഞു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 313 പേർക്ക് ആയിരക്കണക്കിന് ശത്രുക്കളോട് ഏതാനും മിനിറ്റുകൾ മല്ലടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, ആയുധമില്ലാതിരുന്ന, മറ്റ് സംവിധാനങ്ങളില്ലാതിരുന്ന ഈ 313 പേർ എങ്ങനെയാ ആയിരങ്ങളുടെ മുന്നിൽ ഈ വിജയം വരിച്ചത്? നമ്മൾ പറയും, അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ആകാശത്ത് നിന്ന് അല്ലാഹു അവന്റെ മലക്കുകളെ, മാലാഖമാരെ ഇറക്കിക്കൊടുത്തുകൊണ്ട് ബദ്രീങ്ങളെയും പ്രവാചകനെയും സഹായിച്ചു എന്ന് അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറയുന്നു. അപ്പൊ മലക്കുകൾ ഇറങ്ങി സഹായിച്ചത് കൊണ്ടാണ് ബദ്രീങ്ങൾ രക്ഷപ്പെട്ടത്. ഇത് നമുക്കൊക്കെ അറിയാം. ബദ്രീങ്ങളെ അല്ലാഹു തആല സഹായിച്ചു. ആ 313 പേര് ആയിരങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് പെട്ടപ്പോൾ അവർക്ക് വെറും ഒരു മനുഷ്യന്റെ ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ മിനിറ്റുകൾ കൊണ്ടവർ നിലം പരിശാക്കപ്പെടുമായിരുന്നു. എന്നാൽ അതല്ല സംഭവിച്ചത്. അല്ലാഹു ആകാശത്ത് നിന്ന് അത്ഭുതകരമായി മലക്കുകളെ ഇറക്കിക്കൊടുത്ത് പടച്ച തമ്പുരാൻ സഹായിച്ചു. ഈ മലക്കുകൾ, അല്ലാഹു തആല ആകാശത്തുനിന്ന് ഇറക്കിക്കൊടുത്ത ഈ മലക്കുകൾ എന്തുകൊണ്ടാണ് മക്കളെ ഭഗൽപൂരിൽ 4000 പേരെ ഒരൊറ്റ രാത്രിയിൽ കൊന്നൊടുക്കിയിട്ട് അല്ലാഹു എന്താ മലക്കുകളെ ഇറക്കാതിരുന്നത്? എന്താ ബോംബെയുടെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികളെ പേപ്പറ്റുകളെ പോലെ കൊന്നൊടുക്കിയിട്ട് എന്താ ബോംബെയുടെ തെരുവോരങ്ങളിൽ അല്ലാഹു തആല മലക്കുകളെ ഇറക്കി മുസ്ലിങ്ങളെ സഹായിക്കാതിരുന്നത്? എന്തുകൊണ്ടാ സൂറത്തിന്റെയും മീറത്തിന്റെയും തെരുവോരങ്ങളില് അപ്പുറത്തുനിന്ന് പ്രസംഗം കേൾക്കുന്ന നിങ്ങളുടെ പെണ്ണന്മാരെയും ഭാര്യമാരെയും പോലെ എന്റെയും നിങ്ങളുടെയും സഹോദരിമാര് സൂറത്തിന്റെയും മീറത്തിന്റെയും തെരുവോരങ്ങളില് തലയിൽ തട്ടവിട്ടിരുന്ന, പർദ്ദയിട്ടിരുന്ന, മസ്തയിട്ടിരുന്ന ഉമ്മമാരെയും പെണ്ണന്മാരെയും പട്ടാപ്പകലും നടുറോഡിലേക്ക് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആ രംഗം വീഡിയോ ക്യാമറകളിൽ പകർത്തിയെടുത്തിട്ട് എന്തുകൊണ്ടാണ് അവിടെ അല്ലാഹുവിന്റെ മലക്കുകളെ ഇറക്കി മുസ്ലിങ്ങളെ സഹായിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് കോയമ്പത്തൂരിന്റെ തെരുവോരങ്ങളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് 30-ലധികം പള്ളികൾ തകർത്ത് തരിപ്പണമാക്കപ്പെട്ടിട്ട് ധാരാളം പേര് കൊലപ്പെടുത്തപ്പെട്ടിട്ട് 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ടിട്ട് എന്താ കോയമ്പത്തൂരിൽ അല്ലാഹു തആല അവന്റെ മലക്കുകളെ ഇറക്കി മുസ്ലിങ്ങളെ സഹായിക്കാതിരുന്നത്? എന്തുകൊണ്ടാ? നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഇപ്പം മലക്കുകളില്ലേ അല്ലാഹ്? ഇല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ട്. മലക്കുകൾ ഇപ്പോഴും ഉണ്ട്. അള്ളാഹുവിന്റെ ശക്തിക്ക് ഒരിക്കലും ഒരു കുറവും വരുകയില്ല. മലക്കുകളുടെ മേൽ അള്ളാഹുവിനുള്ള നിയന്ത്രണത്തിന് ഒരു കുറവും വരില്ല. മലക്കുകളിൽ ആരും പണിമുടക്കിൽ ഏർപ്പെടാറുമില്ല. പിന്നെന്താ പടച്ചവൻ മലക്കുകളെ ഇങ്ങോട്ട് വിട്ട് ഈ മുസ്ലിങ്ങളെ അങ്ങ് സഹായിച്ചുകൂടായിരുന്നോ? എന്താ കാര്യം? പരിശുദ്ധ ഖുർആൻ നമുക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ നിന്നിതരാവില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട, അന്തുമില്ല അനൗവൻ, നിങ്ങൾ പരമോന്നതന്മാരാണ്, നിങ്ങൾക്കൊരു കുഴപ്പവും പറ്റില്ല. എന്നിട്ട് എന്തേ അല്ലാഹു തആല ഉന്നതന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമുക്ക് എന്തുകൊണ്ട് മലക്കുകളുടെ സഹായം കിട്ടുന്നില്ല? എന്തുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളെ വിട്ട് നമ്മളെ സഹായിക്കുന്നില്ല? മഹാനായ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഉന്നതമായ പദവികളും വിജയങ്ങളും വാഗ്ദാനം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ചെച്ചനിയയിലെ മുസ്ലിങ്ങൾക്കും ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്കും അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങൾക്കും ബോസ്നിയയിലെ മുസ്ലിങ്ങൾക്കും ഒന്നും അല്ലാഹു തആല അവന്റെ മലക്കുകളെ വിട്ടുള്ള സഹായം കൊടുക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നിലവിൽ ഈ സഹായത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതല്ലാതെ മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല ബദരീങ്ങൾക്ക് കൊടുത്ത സഹായത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും അത് കേൾക്കുകയും അതിന്റെ പേരിൽ ആവേശം കൊള്ളുകയും ചെയ്യുന്നതല്ലാതെ നമ്മൾ ഒരിക്കലും മുഅ്മിനീങ്ങളാകാൻ ശ്രമിക്കുന്നില്ല. വളരെ ഗൗരവമായ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. നിലവിൽ നമ്മൾ മുഅ്മിനീങ്ങളാണോ? നമ്മൾ പറയുന്നു നമ്മൾ മുഅ്മിനാണ്. എന്താ കാര്യം? വാപ്പാടെ പേര് മുസ്ലിം പേരാണ്, ഉമ്മാടെ പേര് മുസ്ലിം പേരാണ്, മഹലിന്റെ ഒരു മുസ്ലിം മഹലിന്റെ കീഴിലെ അംഗമാണ്, എന്റെ പേരും കേട്ടാൽ ഒരു മുസ്ലിം പേരാണ്, പിന്നെ ഞാൻ മുഅ്മിൻ അല്ലെങ്കിൽ വേറെ ആരാ മുഅ്മിൻ? അത് വെറും ധാരണ പിശകാണ്. നമ്മൾ മുഅ്മിനായിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. നമ്മൾ മുഅ്മിനായിട്ടുണ്ടോ? നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? നമ്മൾ മുഅ്മിനാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ കൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരാണെന്ന. ഇന്നത്തെ ദിവസം ഒരു 10 മിനിറ്റ് സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ചിന്തിച്ച എത്ര പേരെന്റെ മുമ്പിലുണ്ടാവും? വളരെ ഗൗരവത്തോടെ നിങ്ങളും ആലോചിക്കുമോ?
നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിക്കുവോ? ഇന്നത്തെ ദിവസം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ചിന്തിച്ചവർ, നമുക്ക് കൈ തന്ന നമ്മുടെ പടച്ചവൻ, നമുക്ക് കാല് തന്ന നമ്മുടെ പടച്ചവൻ, നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി തന്ന നമ്മുടെ പടച്ചവൻ, നമ്മുടെ ചെവിക്ക് കേൾവി ശക്തി തന്ന നമ്മുടെ പടച്ചവൻ, നമുക്ക് ചിന്താശക്തി തന്ന നമ്മുടെ പടച്ചവൻ, നമുക്ക് കഴിക്കാൻ ഭക്ഷണം തന്ന നമ്മുടെ പടച്ചവൻ. നമ്മുടെ കൈയുടെ വില നമ്മൾ അറിയണമെങ്കിൽ മക്കളെ, ഈ കൈ കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഭാരമെടുക്കുന്നുണ്ട്, ഭാരം വെക്കുന്നുണ്ട്, വെള്ളം കോരുന്നുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുന്നു, ഉപയോഗിക്കുന്നുണ്ട്. കൈ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, ശത്രുവിനെ തല്ലാൻ ഉപയോഗിക്കുന്ന കൈ, മിത്രത്തെ തഴുകാൻ ഉപയോഗിക്കുന്ന കൈ, എല്ലാ കാര്യത്തിനും നമ്മൾ നമ്മുടെ കൈകളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കൈയുടെ വില നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കൈ ചലിപ്പിക്കാൻ നമ്മുടെ റബ്ബ് തന്ന കഴിവിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൈയില്ലാത്തവന്റെ മുന്നിലെത്തുമ്പോഴേ രണ്ട് കൈ ഉണ്ടായിട്ടും കൈ രണ്ടും തളർന്നു കിടക്കുന്നവൻ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആരെങ്കിലും എടുത്ത് ചുണ്ടോടടുപ്പിച്ചു കൊടുത്താൽ മാത്രം കുടിക്കാൻ കഴിയുന്നവൻ, ഒന്നും മലമൂത്ര വിസർജനം നടത്തിയിട്ടൊന്ന് അല്പമൊന്ന് വൃത്തിയാക്കണമെങ്കിൽ അതിന് വേറൊരാളുടെ സഹായം ആവശ്യമുള്ളവൻ, രണ്ട് കൈയുണ്ടായിട്ടും ഒരു നുള്ള ഭക്ഷണം വാരി കഴിക്കാൻ കഴിയാത്തവൻ. അങ്ങനെ അല്ലാഹു തആല ഇടയ്ക്കിടയ്ക്ക് ഒരായിരങ്ങളുടെ ഇടയിൽ ഒരാളിനെ കൈ രണ്ടും ചലിപ്പിക്കാത്തവരായി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനാ റബ്ബ് അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നറിയോ? അവനോട് അള്ളാഹ്ക്ക് വിരോധമുള്ളത് കൊണ്ടല്ല മോനെ, അവനോട് റബ്ബിന് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യമുള്ളത് കൊണ്ടല്ല. ആയിരങ്ങളുടെ ഇടയിൽ ഒരുത്തന്റെ കൈ തളർന്നവനായാൽ ഈ കൈ ഇങ്ങനെ സ്വച്ഛന്തം കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവനുണ്ടല്ലോ, ഈ കൈ തളർന്നവനെ കാണുമ്പോൾ തന്റെ കൈ കൊണ്ട് തനിക്കുണ്ടായ നേട്ടത്തെക്കുറിച്ച്, കൈ തന്ന റബ്ബ് തനിക്ക് തന്ന കൈയുടെ വിലയെക്കുറിച്ച് ചിന്തിക്കാനാ. എത്ര ആളുകളാ രണ്ട് കണ്ണുമില്ലാത്തവര്, പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഭാഗ്യമില്ലാത്തവര്, തന്റെ സ്വന്തം ഉമ്മായുടെ മുഖത്ത് നോക്കി, ഉമ്മ എന്ന മുഖത്തിനെ നോക്കിക്കൊണ്ട് മാതൃത്വം തുളുമ്പുന്ന ഉമ്മായുടെ കണ്ണുകളിലെ ലാളനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉമ്മ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടാത്ത എത്ര ആളുകളാ. താൻ ജന്മം കൊടുത്ത തന്റെ പൊന്നുമോന്റെ സൗന്ദര്യമൊന്ന് കാണാൻ കഴിയാത്ത എത്ര ആളുകളാ. താൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നിറം എന്തെന്നറിയാൻ കഴിയാത്ത എത്ര ആളുകളാ. ആ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമുക്ക് രണ്ട് കൈ തന്നില്ലേ മക്കളെ, രണ്ട് കണ്ണ് തന്നില്ലേ മക്കളെ? ആ കണ്ണിന്റെ വിലയെക്കുറിച്ച് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പോകട്ടെ, ഇവിടെ വന്ന് ഈ നെല്ലിക്കുഴിയിലെ മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സമ്മേളനത്തിന്റെ അങ്കണത്തിൽ വന്നെത്തിയ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ഇവിടെ വന്നെത്തിയതിനു ശേഷം എത്രയെത്രയോ നൂറ് വട്ടം നീ മുകളിലേക്ക് ശ്വാസം പിടിച്ച് താഴേക്ക് ഉച്ഛ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശ്വാസോച്ഛ്വാസം നടത്താൻ നിന്റെ റബ്ബ് വന്ന ഭാഗ്യത്തെക്കുറിച്ച് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?